Hello all of you, welcome back to my channel. Hope all of you fine. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ക്രാച്ചിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സ്ക്രാച്ച്. നിങ്ങൾ ആരെങ്കിലും സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടോ? എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്രാച്ചിങ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, ഭയങ്കര ആരോഗ്യകരമായിട്ട് തോന്നുന്നു എന്നൊക്കെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സ്ക്രാച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ആ സ്ക്രാച്ചിങ്ങിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ ഒരു സാഡ് ഫീലിംഗ് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യാറുണ്ടോ? മറ്റുള്ളവരുടെ സ്ക്രാച്ചിങ് നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം വെറുതെ ഇരിക്കുന്ന ഒരാളെ ആരും സ്ക്രാച്ച് ചെയ്യാറില്ല. വെറുതെ നിൽക്കുന്ന ഒരു മരത്തിൽ നമ്മൾ കല്ലെറിയാറില്ല. ഒരു ഫ്രൂട്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കല്ലെറിയാറുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. വെറുതെ ഇരിക്കുന്ന ഒരാളിൽ, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളിൽ ആരും സ്ക്രാച്ച് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും സ്ക്രാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് നിങ്ങളിൽ എന്തൊക്കെയോ ഉണ്ട്, സംതിങ് ഇസ് ദെയർ. അവർക്കില്ലാത്ത എന്തൊക്കെയോ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്നത്. അത് ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ഫീലിങ്സ് മൂലമുണ്ടാകുന്നതാണ്. ഇപ്പോൾ ദേഷ്യമാകാം, വാശിയാകാം, പകയാകാം, അസൂയാകാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സ്ക്രാച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അതിലൊരിക്കലും അരോചകം തോന്നേണ്ട അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നേണ്ട ആവശ്യമില്ല. കാരണം സ്ക്രാച്ച് ചെയ്യപ്പെടാൻ മാത്രം, അല്ലെങ്കിൽ ഒരു അസൂയ തോന്നാൻ മാത്രം, നിങ്ങളൊരു ദേഷ്യം തോന്നാൻ മാത്രം നിങ്ങൾ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് സ്ക്രാച്ച് ചെയ്യാൻ അവർക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു ബഹുമതിയായിട്ട് എടുക്കണം. നിങ്ങളെ മറ്റൊരാൾ സ്ക്രാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. അത് നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ട് എടുക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ ഫ്രൂട്ടുള്ള ട്രീയിലെ കല്ലെറിയാറുള്ളൂ. അപ്പോൾ നിങ്ങളെ സ്ക്രാച്ച് ചെയ്യാൻ മറ്റുള്ളവർ തിരഞ്ഞെടുക്കുന്ന മാർഗം ചിലപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത മാർഗങ്ങളായിരിക്കാം. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാർഗങ്ങളായിരിക്കാം അവർ തിരഞ്ഞെടുക്കുന്നത്. എന്ത് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ആകും എന്ന് അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു മോട്ടം ഉണ്ടാവും. ഇതൊക്കെ ചെയ്താൽ ഇന്നയാൾ ഹേർട്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ ഇന്നയാൾ ഇറിറ്റബിൾ ആകും. അതിന് അവർ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ പലതായിരിക്കാം. പക്ഷെ ആ മാർഗങ്ങൾ നമുക്ക് അരോചകമായി തോന്നിയാൽ, നിങ്ങളെ സ്ക്രാച്ച് ചെയ്യുന്ന ആളുടെ മോട്ടോ ഫുൾഫിൽ ആയി എന്നാണ് അർത്ഥം. അപ്പം നിങ്ങളൊരാൾ സ്ക്രാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നിയാൽ, അതിൻ്റെ അർത്ഥം അയാളുടെ പ്ലാൻ സക്സസ് ആയി എന്നാണ്. സ്ക്രാച്ച് ചെയ്യുന്നവരുടെ പ്ലാൻ സക്സസ് ആയി എന്നാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല, ലെറ്റ് ഇറ്റ് ഗോ. അവിടെ സ്ക്രാച്ച് ചെയ്തോട്ടെ. അല്ലെങ്കിൽ എൻ്റെ ക്വാളിറ്റീസ് കൊണ്ടാണ് സ്ക്രാച്ച് ചെയ്യുന്നത്, അങ്ങനെ ചിന്തിച്ചാൽ സ്ക്രാച്ച് ചെയ്യുന്നവരുടെ പ്ലാൻ അട്ടർ ഫെയിലുവർ ആയിക്കോളും. അപ്പോൾ അവരുടെ പ്ലാൻ സക്സസ് ആക്കണോ അല്ലെങ്കിൽ ഫെയിലുവർ ആക്കണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെ ഒരാൾ സ്ക്രാച്ച് ചെയ്യുന്നത് നിങ്ങളിൽ തീർച്ചയായും നല്ല ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, വെറുതെ ഇരിക്കുന്ന ഒരാൾ ആരും കയറി സ്ക്രാച്ച് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളെ സ്ക്രാച്ച് ചെയ്യണമെങ്കിൽ സംതിങ് ഈസ് ദെയർ, ഡെഫിനറ്റ്ലി സംതിങ് ഈസ് ദെയർ. അപ്പോൾ അത് നിങ്ങൾക്ക് അഭിമാനിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് അതല്ലാതെ അതിൽ ഇറിറ്റേഷൻ തോന്നുക, അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നുക. കാര്യം സ്ക്രാച്ച് ചെയ്യുന്നവരുടെ ഉദ്ദേശം നിങ്ങൾക്കത് നന്നായി കൊള്ളിക്കുക എന്നുള്ളതാണ്. അതിനവർ പല മാർഗങ്ങളും തിരഞ്ഞെടുക്കും. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത മാർഗങ്ങളായിരിക്കാം, ചിലപ്പോൾ മനസ്സിലാകുന്ന മാർഗങ്ങളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി.
ചിലപ്പോൾ മനസ്സിലാകാൻ വേണ്ടി ചെയ്യുന്നതുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടു എന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടായി എന്നാൽ അവരുടെ പ്ലാൻ സക്സസ് ആയി എന്നാണ് അർത്ഥം. അറ്റ് ദ സെയിം ടൈം ആ സ്ക്രാച്ചിങ് ഒരു ബഹുമതിയായിട്ട്, ഒരു അംഗീകാരമായിട്ട് അങ്ങ് എടുക്കുക. ഇനി സ്ക്രാച്ച് ചെയ്യുന്നത് അതിൻ്റെ കാരണം എനിക്കറിയാം എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഈ സ്ക്രാച്ചിങ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഇറിറ്റേഷനും ഉണ്ടാവില്ല, യാതൊരു അസ്വസ്ഥതയും ഉണ്ടാവില്ല, ഒരു അരോചകമായിട്ടും തോന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സ്ക്രാച്ച് ചെയ്യാൻ വന്നാൽ, സ്ക്രാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, മുമ്പ് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് സ്മൈൽ. എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. സ്മൈൽ യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ചിരിക്കുക. അതിനപ്പുറം ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കുക. അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ സ്ക്രാച്ചിങ്ങിലൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്കതിൽ ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നത്. കാര്യം ഈ സ്ക്രാച്ച് ചെയ്യുന്നവർ എപ്പോഴും സെൻസിറ്റീവായിട്ടുള്ള ഏരിയാസ്, നിങ്ങളുടെ സെൻസിറ്റീവ് ഏരിയാസ് ഏതാണെന്ന് നോക്കി ആ സെൻസിറ്റീവ് ഏരിയാസിൽ കയറിയിട്ടായിരിക്കും സ്ക്രാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കത് ഫീൽ ചെയ്താൽ അവരുടെ പ്ലാൻ സക്സസ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് സ്റ്റക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അബ്സല്യൂട്ട്ലി സ്ക്രാച്ച് ചെയ്യുന്നവരുടെ പ്ലാൻ ഫെയിലിയർ ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ഇനി ആരെങ്കിലും സ്ക്രാച്ച് ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ just smile yourself. Take it as a positive feedback, a positive compliment. Take it as a positive compliment. അതൊരു പോസിറ്റീവ് കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹോപ്പ് ഓൾ ഓഫ് യു ഫൈൻ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് കാണുകയാണെങ്കിൽ, ഈ ചാനൽ ഫസ്റ്റ് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ദി ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ let me signing off. Bye bye. Take care.